ഏവർക്കും പ്രണാമം. ഞാൻ മഹാചണ്ഡാള ബാബാജി. നമ്മുടെ ദീക്ഷാനാമം സ്വാമി വിവേകാനന്ദനാഥ പാദതീർത്ഥ എന്നാണ്. അട്ടപ്പാടി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന മാതൃകുല ധർമ്മരക്ഷ ആശ്രമം മഠാധിപതിയാണ്. കൂടാതെ കേരളത്തിലെ വിവിധങ്ങളായ ദേവസ്വം ബോർഡുകളിൽ അംഗീകരിക്കപ്പെട്ട തന്ത്രി പാനലിലെ ഒരു തന്ത്രിയാണ്. ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ ദലിത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു സ്പിരിച്വൽ ലീഡറാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ പേര് വിവേകാനന്ദനാഥവാദിത്തർ എന്നൊക്കെ കേൾക്കുമ്പോൾ, സ്വാമി എന്നൊക്കെ കേൾക്കുമ്പോൾ, ഒരു സ്വാമി, ആ സ്വാമിയെ നമ്മൾ അത്തരം ആളുകളെയൊക്കെ നമ്മൾ വിചാരം ചെയ്യുമ്പോൾ, കാണുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്ന ചില രൂപങ്ങളുണ്ട് ഇല്ലേ? അതുപോലെയല്ല നമ്മൾ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുമ്പോൾ തന്നെ ഇതെന്താ മോഡേൺ സ്വാമിയാണോ, നൂതന സ്വാമിയാണോ, യോയോ സ്വാമിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. കാരണം നമ്മൾ നിരന്തരം ഒരേപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങളാണ് ശരി. അതിൻ്റെ അപ്പുറം ഒരു ലോകമില്ല എന്ന് കരുതുക. പണ്ട് കാലത്ത് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അല്ല പരന്നതാണെന്ന് പറഞ്ഞ് ഉരുണ്ടതാണെന്ന് പറഞ്ഞ ആളെ കൊന്നുകളഞ്ഞ ഒരു ജനതയുണ്ട്. അപ്പൊ അവരെ നമ്മൾ ഇന്നും പരിഹസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സത്യം എന്ന് അറിഞ്ഞ് പറഞ്ഞ ആളുകളെ ധ്വംസിക്കുന്ന ആ സ്വഭാവം ഇന്നും നമ്മൾ വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം കാണുന്ന സന്യാസി വ്യവസ്ഥ, താടി, ജട, നഗ്നത ഇതൊക്കെ മാത്രമാണ് എന്ന് കരുതുമ്പോൾ അതൊന്നുമല്ല എന്ന് പറഞ്ഞത് നമ്മളായിട്ടുണ്ടാക്കിയതല്ല, അതിവിടെ ആദ്യം ഉള്ളതാണ്. നാനാ രൂപഭാവേന വിജരന്തി മഹീതലേ എന്നാണ് നമ്മളൊക്കെ പിന്തുടരുന്ന സമ്പ്രദായ സംസ്കാരം നമ്മളോട് പറയുന്നത്. അതായത് ദീക്ഷയൊക്കെ നേടി ആ വ്യവസ്ഥയിൽ നിൽക്കുമ്പോഴും രൂപത്തിലോ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ഇതിലൊന്നുമല്ല, അതൊക്കെ അവനവന്റെ ഇഷ്ടത്തിൽ ദൈവീകമായി ചെയ്തു പോകണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയതിനപ്പുറം ഈ ലോകമുണ്ട്, ലോകത്തിലെ വിവിധ ആശയങ്ങൾ, പ്രത്യേകിച്ച് മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലെ വിഷയമാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷുവിനോട് ബന്ധപ്പെട്ട് ചേർത്തലയിലെ ഒരു ഹോട്ടൽ ഉടമ അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിൽ, ആദ്യം അതാണ് വാർത്ത വന്നെങ്കിലും വിവിധ ഭാഗങ്ങളിൽ വിഷുവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു പോസ്റ്ററുകൾ ഇറക്കിയപ്പോൾ ഒരു ഉണ്ണികൃഷ്ണന്റെ മുന്നിൽ ഈ കുഴിമന്തി, മാംസം, ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ വരികയുണ്ടായി. അത് കുറെ ആളുകൾക്ക് വേദന ഉണ്ടാകുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആ വേദന ഉണ്ടാകുന്ന നേരത്ത് അത് വലിയ വിഷയമാക്കിക്കൊണ്ട് ചില സംഘടനകൾ മുന്നോട്ട് വന്നു. സ്വാഭാവികമായിട്ടും പല ആളുകൾക്കും പല രീതിയിലുള്ള അഭിപ്രായമാണ്. ചിലർ പറഞ്ഞു ഹിന്ദുയിസം എന്ന് പറയുന്നത് വെജിറ്റേറിയനിസമാണ്, അതുകൊണ്ട് തന്നെ അവിടെ അഹിംസയാണ്, ആ അഹിംസയുടെ ഭാഗമായിട്ടുള്ള ഒരു ധർമ്മത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അവിടെയാണ് ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത്, ഹിന്ദു മതം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ ഒരു സംസ്കാരം വൈവിധ്യങ്ങളിൽ നടന്നതാണ്. അവിടെ വെജിറ്റേറിയനിസം മാത്രമല്ല, പ്രധാനമായിട്ടും സപ്താചാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വൈദികം, വൈഷ്ണവം, ശൈവം, ശാക്തേയം, കൗളം, വാമാചാരം, സിദ്ധാന്താചാരം എന്നൊക്കെയുള്ള വ്യത്യസ്ത സമ്പ്രദായങ്ങളുണ്ട്. യോഗ പദ്ധതികളുണ്ട്, ഭോഗ പദ്ധതികളുണ്ട്, യോഗവും ഭോഗവും ചേർന്ന പദ്ധതികളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടലുടമ എന്തായാലും നഷ്ടം വരുത്താൻ വേണ്ടി അദ്ദേഹം അത് ചെയ്യില്ല. കാരണം അവിടെ ഭക്ഷണം കഴിക്കാൻ പോകുന്നവർ ഏതെങ്കിലും ഒരു മതവിശ്വാസി മാത്രമല്ലല്ലോ, എല്ലാ ആളുകളും ഭക്ഷണത്തിന് വേണ്ടി പ്രവേശിക്കില്ലേ. ഇപ്പൊ ഭക്ഷണത്തിന് വേണ്ടി വരുന്ന ആളുകളെ ഒരിക്കലും മുഷിപ്പിക്കാൻ ഒരു ഹോട്ടലുടമയും തയ്യാറാവില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നിരുന്നാൽ പോലും അതിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളോ ചിന്തകളോ ഉണ്ടെങ്കിൽ അത് അന്വേഷണത്തിന്റെ ഭാഗമായി മുന്നോട്ട് വരട്ടെ, അല്ലെങ്കിൽ കാലം തെളിയിക്കട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത്, കൃഷ്ണന്റെ മുന്നിൽ മാംസം വെക്കുന്ന നേരത്തെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ വിഷമം ഉണ്ടാകുന്നത്? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് കൃഷ്ണൻ മാംസം കഴിക്കില്ല, കൃഷ്ണന് മാംസം കൊടുക്കാൻ പറ്റില്ല എന്നാണ്. ആ ഒരു സമരവുമായി ബന്ധപ്പെട്ട് റോട്ടിലേക്ക് ഇറങ്ങിയ ഒട്ടുമിക്ക ആളുകളും മാംസം കഴിക്കുന്നവരായിരിക്കാം. എല്ലാവരും പറയുന്നില്ല. ഇസ്കോണിനെ പോലെയുള്ള വൈഷ്ണവമായിട്ടുള്ള ചില ഒരു ആശയങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന ചില ആളുകൾ മാംസമൊന്നും കഴിക്കാറില്ല. വൈദിക പാരമ്പര്യത്തിൽ പോലും യാഗയജ്ഞാദികൾക്ക് മാംസം വിധിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ പോലും ബ്രഹ്മസൂത്രം ഭാഷ്യം രചിച്ച സമയത്ത് വൈദിക യാഗങ്ങളിലെ ബലി, ഹിംസ, അത് ഹിംസയല്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് അഹിംസയാണെന്നും അത് അവശ്യ ഘടകമാണെന്ന് ശങ്കരാചാര്യസ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ബ്രഹ്മസൂത്രം ഭാഷ്യം, ശാങ്കര ഭാഷ്യം എടുത്ത് നോക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്ന നേരത്ത് ഒരു കാഴ്ചപ്പാടല്ല. എന്നിരുന്നാൽ പോലും ഈ മാംസം കഴിക്കുന്ന ആളുകൾ ഈ സമരം ചെയ്തിട്ട് കൃഷ്ണന്റെ മുമ്പിൽ മാംസം വെച്ചത് ശരിയായില്ല എന്ന് പറയുമ്പോൾ വിരോധാഭാസം ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മോശമാണെന്ന് നമ്മൾ തന്നെ സമർത്ഥിക്കുകയാണ്. അത് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണല്ലോ. നമ്മൾ കഴിക്കുന്നത് ശ്രേഷ്ഠമാണെങ്കിൽ ദൈവത്തിന് കൊടുക്കണം, ദൈവത്തിന് കൊടുത്തിട്ടേ കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ കൃഷ്ണൻ മാംസം കഴിക്കില്ല നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കിയത്. നമ്മൾ ഈ നാട്ടിൽ കാണുന്ന ചില വ്യവസ്ഥകൾ,
ഗുരുവായൂരപ്പൻ നിന്ന് നമ്മൾ കൃഷ്ണനാണെന്നാണ് കരുതുന്നത്. അവിടെ മഹാവിഷ്ണുവാണ്, ചതുർബാഹു മഹാവിഷ്ണുവിനെയാണ് പൂജിക്കപ്പെടുന്നത്. കൃഷ്ണനെ ആരാധിച്ചു എന്ന് പറയുന്ന വിഗ്രഹമാണ്. അപ്പോൾ അതുപോലും അവിടെ എന്താന്ന് പോലും എല്ലാവർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ വിഷ്ണുമൂർത്തി വടക്കൻ കേരളത്തിലുള്ള തെയ്യമാണ്, കോഴിയൊക്കെ കടിച്ചു വലിക്കുന്ന തെയ്യമല്ലേ. അപ്പൊ അതൊക്കെ ഒന്നാണെന്ന് പറയാൻ പറ്റുമോ? ഇനിയിപ്പോ കൃഷ്ണനാണെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ള കൃഷ്ണൻ മാത്രമല്ലാതെ മായോൻ സംഘകാലകൃതിയിൽ ദ്രാവിഡ ദേശത്തുണ്ടായിരുന്ന ഒരു ദേവതയാണ് മായോൻ. മായോൻ പിന്നീട് കൃഷ്ണനാകുന്നുണ്ടെന്നും ഒക്കെ ഇവിടെ ചരിത്രം വിശേഷിപ്പിക്കുന്നുണ്ട്. മായോൻ ആണെങ്കിലും മലദൈവമാണ്. അവിടെ അതുപോലെ തന്നെ ഈ പറഞ്ഞ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. മുല്ലൈ എന്ന് പറയുന്ന തിണയുമായിട്ട്, വർണ്ണവ്യവസ്ഥയല്ല ഇവിടെ ഉണ്ടായിരുന്നത്, ഇവിടെ ഉണ്ടായിരുന്ന തിണ സമ്പ്രദായമാണ്. ഭൂപ്രദേശം ജോലിയൊക്കെ ബേസ് ചെയ്തിട്ടാണെങ്കിലും അതൊക്കെ തന്നെ തിണൈ സമ്പ്രദായമാണ്. ആ തിണയിലാണ്, മുല്ലൈ തിണയിലെ ദൈവമായി ആരാധിക്കപ്പെടുന്ന മായോൻ. ആ മായോനും ഈ കൃഷ്ണനൊക്കെ ആയിട്ട് പെരുമാളൊക്കെ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെയും തന്നെ നൈവേദ്യാദികളൊക്കെ ഇത്തരം കാര്യങ്ങളാണ്. അപ്പൊ കൃഷ്ണൻ കഴിച്ചില്ല എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. നമ്മൾ വൈഷ്ണവ ഭാഗവതം കേട്ടിട്ടാണ്. നരസിംഹത്തിൽ തന്നെ നമ്മുടെ നാട്ടില് ഇപ്പൊ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടല്ലേ നമ്മൾ പറയാ അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു ക്ഷേത്രത്തിൽ നരസിംഹത്തിന് ബലിയുണ്ട്. സുദർശനത്തിന് തന്നെ ബലിയോട് കൂടിയിട്ട് പൂജ ചെയ്യേണ്ട വ്യവസ്ഥയുണ്ട്. അപ്പൊ നമുക്കറിയില്ല. ഇതുപോലെ തന്നെ കൃഷ്ണൻ ശ്രീകൃഷ്ണനായത് രാധയെ പൂജിച്ചിട്ടാണ് എന്നുള്ളത് തന്ത്രശാസ്ത്രം പറയുന്നുണ്ട്. ആ രാധയെ പൂജിക്കണമെങ്കിൽ എന്തൊക്കെ നിവേദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനമേവച മകാരപഞ്ചകം ദേവി ദേവതാ പ്രീതികാരം. മദ്യവും മത്സ്യവും മാംസവും ഒക്കെ ആ പൂജയ്ക്ക് വേണം എന്നുള്ളത് തന്ത്രശാസ്ത്രത്തിന്റെ ഒരു ഭാഗം പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് കണ്ടില്ല. നമ്മൾ തന്ത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ഇന്ന് കാണുന്ന ഈ ചില ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിൽ തന്നെ പലതും ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് ഈ മാംസം, മത്സ്യം ഇതൊക്കെ നീതിക്കപ്പെടേണ്ട, മദ്യമൊക്കെ നീതിക്കപ്പെടേണ്ട ക്ഷേത്രങ്ങൾ അതൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട്. അവിടേക്ക് ഒരു കൺവെർഷൻ, വൈദിക ദക്ഷിണ മാർഗ കൺവെർഷൻ നടന്നിട്ടുണ്ട്. മറ്റു മതങ്ങളിൽ മാത്രമല്ല ഇതിലും. പക്ഷെ അത് ഇന്ന് മുന്നിട്ട് വരുമ്പോൾ നമ്മൾ അത് മാത്രമാണ് ശരിയെന്ന് കരുതുകയാണ്. ഇത് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, മാംസം എന്തോ ആവട്ടെ, അത് തെറ്റാണ്, ദൈവത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധർമ്മമാണോ എന്നാണ് നമ്മൾ വിചാരം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഹോട്ടൽ ഉടമയുമായി ബന്ധപ്പെട്ടോ ഹോട്ടൽ പോസ്റ്ററുമായി ബന്ധപ്പെട്ടതോ അല്ല, മറിച്ച് നമ്മളിപ്പോൾ ഉള്ള ആശ്രമങ്ങളിൽ വിവിധ ദർശനങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ദൈവത്തിന് മുന്നിൽ ഭേദബുദ്ധി കാണാത്ത ആളുകളാണ്. ഏത് ഭക്ഷണം, ഏത് വസ്ത്രം, ഏത് ജോലി, എന്ത് ചെയ്താലും, ഏത് സമുദായത്തിൽ പറഞ്ഞാലും അതൊക്കെ തന്നെ ഈശ്വരനാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നമ്മൾ. ആ ദർശനമാണ് പിൻപറ്റുന്നത്. വൈഷ്ണവമായി പറയുകയാണെങ്കിൽ വാസുദേവ സർവമിതി എന്നാണ് പ്രമാണം. ഇപ്പൊ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഇലാഹായിട്ട് അള്ളാഹ് അല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. അത് ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹയാണെന്ന് പറയുമ്പോൾ അള്ളാഹിൽ നിന്ന് അന്യമായി എന്തിനെയോ കാണുന്ന ICSന്റെ ഭീകരവാദികൾ മറ്റുള്ള ദർശനങ്ങൾ പിൻപറ്റുന്നവരെ എപ്രകാരമാണോ കൊന്നുകളയുന്നത്, അതുപോലെ തന്നെയല്ലേ വാസുദേവ സർവമിതി, നാരായണമിതി, നാരായണമാണ്, നാരായണൻ തന്നെയാണ്, കാണായതെല്ലാം നാരായണനാണെന്ന് പറയുന്ന ആ ചിന്തിക്കുന്ന ദർശനമുള്ള ഈശാവാസ്യം വിധം എന്ന് പറയുന്ന ബ്രഹ്മസത്യം എന്ന് പറയുന്ന ഈ ദർശനം പിൻപറ്റുന്നു എന്ന് പറയുന്ന ആളുകളിൽ കുറച്ചെങ്കിലും പേര് ആ ദർശനം ഉൾക്കൊള്ളാതെ വാസുദേവ സർവമിതി എന്ന് പറഞ്ഞാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ ഇത് പറഞ്ഞതിനകത്തും ഈ ലോകം മുഴുവൻ അത് തന്നെയല്ലേ. അപ്പൊ അതല്ല എന്ന കാഴ്ചപ്പാടിലാണല്ലോ മാംസമായാലും മാംസം കഴിക്കുന്നവരിലും മാറ്റി നിർത്തുന്നത്. അപ്പോൾ അതിന്റെ പേരിൽ ഭീകരത സൃഷ്ടിക്കുന്ന ആളുകളും ICSും തമ്മിൽ എന്ത് ഭേദം? അതുപോലെയാണോ ഈ ദർശനം പിൻപറ്റുന്നവർ മുന്നോട്ട് പോകേണ്ടത്? അല്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം ഈ ദർശനം വിശാലമാണ്. എല്ലായിടത്തും വാസുദേവനെ കാണുക, ശിവനെ കാണുന്ന പറയുന്നത് എന്താണ്? ശിവശ്ച നാരായണ എന്നാണ്. ശിവൻ തന്നെയാണ് നാരായണൻ, നാരായണൻ തന്നെയാണ് ശിവൻ. അത് തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവനും ഉള്ളത്. സർവം ഫലിതം ബ്രഹ്മ, വേറെ ഒന്നും ഇടയില്ല. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്നാണ് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവേർ, ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ഇല്ലേ? കഴിക്കുന്നതും കഴിക്കപ്പെടുന്നതും ആഹൂതി ചെയ്യുന്നവനൊക്കെ തന്നെ ആ സാക്ഷാൽ ബ്രഹ്മം തന്നെ, ആ സാക്ഷാൽ പരമശിവൻ തന്നെ, നാരായണൻ തന്നെ എന്ന് പറഞ്ഞു വെക്കുന്നു നമ്മൾ. അതിൽ ചിക്കൻ ഭേദം കാണുന്നു എങ്കിൽ, അതിലൊരു വിവാദം ഉണ്ടാക്കുന്നു എങ്കിൽ മാംസം കഴിക്കുന്നവൻ ഈ രാജ്യത്ത് 2ാം നമ്പറായി മാറില്ലേ, ലോകത്ത് 2ാം നമ്പറായി മാറില്ലേ? അപ്പോൾ പിന്നെ ബ്രഹ്മം മാത്രമല്ല എന്ന് വരില്ലേ? അതാണ് നമ്മുടെ വിഷയം, അല്ലാതെ ഹോട്ടലല്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ മനുഷ്യനിൽ ഭക്ഷണത്തിന്റെ പേരിലോ കർമ്മത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ വസ്ത്രത്തിന്റെ പേരിലോ അറിവിന്റെ പേരിലോ വിവേചനം സൃഷ്ടിക്കുന്നുവെങ്കിൽ ആ വിവേചനത്തിനെതിരാണ് നമ്മൾ നടത്തുന്ന ധർമ്മസമരം. അല്ലാതെ ഒരിക്കലും അത് ഏതെങ്കിലും ഒരു മതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതോ മതത്തിന് തള്ളിക്കളയുന്നതല്ല. എന്നാലോ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകളുടെ ആ വികാരത്തെ നമ്മൾ നോക്കേണ്ടത് തീർച്ചയായിട്ടും നോക്കണം. പക്ഷെ അവർ മനസ്സിലാക്കണം, അവർ മാത്രമല്ല ഈ ലോകത്തുള്ളത്, മറ്റുള്ളവർ കൂടിയുണ്ട്. അവിടെയാണ് ചില പ്രമാണങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് മാംസം കഴിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് കഴിക്കുന്ന ആളുകളുടെ വിഷയമാണ് ഇവിടെ സംസാരിക്കുന്നത്. അതല്ലാതെ പറയുന്ന ഒത്തിരി ആചാര്യന്മാരുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ മാംസം കഴിക്കുന്നു എങ്കിൽ ആ മാംസം കഴിക്കാൻ കൃത്യമായിട്ടുള്ള വിധിയുണ്ട്. ആ വിധി പ്രകാരമുള്ള മാംസം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കഴിക്കുന്നു എങ്കിൽ, ആ കഴിച്ചുകൊണ്ട് നിങ്ങൾ ഈ സമരം നടത്തുന്നെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. അങ്ങനെ സമരം നടത്തുന്നവരെല്ലാം തന്നെ തെറ്റായ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അല്ല, മാംസം കഴിക്കാത്തവർ സമരം നടത്തട്ടെ, ഇത്തരം വിഷയങ്ങൾ ആകുലതപ്പെടട്ടെ. അപ്പൊ എന്തൊക്കെയാണ് പ്രമാണം? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മത്സ്യവും മാംസവും ഒക്കെയുള്ള പൂജകളുണ്ട്. കൃഷ്ണന് തന്നെ നിവേദിച്ചിട്ടുണ്ട്. കൃഷ്ണൻ നിവേദിച്ച ഭക്ഷണം പുരോടംശം അല്ലെങ്കിൽ നിവേദ്യം, ഭഗവാൻ ഈശ്വരൻ സമർപ്പിച്ച ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് ഏതൊക്കെ കാര്യത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്? പിതൃ
ദൈവത യജ്ഞേഷു വേദഹിംസ വിധീയതേ. പിതൃകാര്യത്തിനും ദേവകാര്യത്തിനും വേണ്ടിയിട്ട്, ദൈവിക കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്, അത്തരം യജ്ഞങ്ങൾക്ക്, പൂജകൾക്ക്, വിധികൾക്ക്, യാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വേദഹിംസ പറയപ്പെട്ടിരിക്കുന്നു. വൈദികപരമായിട്ടുള്ള ഹിംസ പറയപ്പെട്ടിരിക്കുന്നു. വൈദികി ഹിംസ ഹിംസ എന്ന ഭവതി. വേദപരമായിട്ട് നമ്മൾ, വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്താണ്? ഇവിടെ ആത്മീയ അറിവുകളാണ് പറഞ്ഞത്. ആത്മീയ അറിവ് ഭൗതികത്തോട് ചേർന്നതാണ്. അപ്പൊ നമ്മുടെ വിശ്വാസപ്രകാരം, ധർമ്മപ്രകാരം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പിതൃക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചില ബലികൾ പറഞ്ഞിട്ടുണ്ട്. മൃഗപക്ഷി ബലികൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഹിംസ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മാത്രമേ ഹിംസ പറഞ്ഞിട്ടുള്ളൂ. ആ ഹിംസിക്കപ്പെട്ട, അങ്ങനെ ഈശ്വരനെ സമർപ്പിച്ച ഭക്ഷണം മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കഴിക്കുന്നുവെങ്കിൽ നരകഹേതുവാണ് എന്നുള്ളതൊക്കെ ഭാഗവതമൊക്കെ കേൾക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അല്ലാതെ രൗരകം നരകം യാതി, നരകത്തിലേക്ക് നമ്മളെ പതിപ്പിക്കും. ആ പശുവിനെ അവിധാനയോ അന്യതാത്മാർത്ഥം പ്രാണപ്രിയേ നിവാസേ നരകേ ധിനാനി പശുരോമഭി. ഈ ദൈവങ്ങൾക്ക് കൃഷ്ണനാവാം, മഹാവിഷ്ണുവിനാവാം, നരസിംഹത്തിനാവാം, സരസ്വതിക്കാവാം, കാളിക്കാവാം, ശിവനാകാം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ഇഷ്ടമൂർത്തിക്ക് സമർപ്പിച്ച് കഴിക്കുകയല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി കഴിക്കുന്നു എങ്കിൽ ഒരു സംശയവുമില്ല, അത് നിങ്ങളെ നരകത്തിലേക്ക് തള്ളിവിടും എന്നുള്ളത് ഈ ശാസ്ത്രം പറയുന്നുണ്ട്. പ്രത്യേകം പറയുന്നത് ഇപ്രകാരമാണ്: ആത്മാർത്ഥം പ്രാണിനാം ഹിംസ കഥാചിന്നോദിതാ പ്രിയേ. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വയറ് പക്ഷി നിറയ്ക്കാൻ വേണ്ടി, നമ്മുടെ താല്പര്യത്തിന് വേണ്ടി മൃഗപക്ഷികളെയൊന്നും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു വെക്കുക. അപ്പൊ കൊല്ലുന്നു എങ്കിൽ, നമ്മൾ ഭക്ഷിക്കുന്നു എങ്കിൽ ഈശ്വരൻ സമർപ്പിച്ചിട്ട് വേണം. അത് വേദം സമ്മതിച്ചിട്ടുള്ളതാണ്, വേദസമ്മതമായിട്ടുള്ള കാര്യമാണ്. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അത് ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ തരത്തിലുള്ള മാംസങ്ങൾ, ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും? മാംസം തു ത്രിവിധം പ്രോക്തം ഘ ഭൂ ജലചര പ്രിയേ. പ്രിയ എന്നൊക്കെ ഈ പരാശക്തിയെ, പാർവതിയെ ഭഗവാൻ പരമേശ്വരൻ വിളിക്കുന്നതാണ്. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള മാംസം നമുക്ക് കഴിക്കാന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഘ എന്ന ശബ്ദം കൊണ്ട് ആകാശത്തെയാണ് കാണിക്കുന്നത്. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന പക്ഷികളാകാം. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന പക്ഷികളും മൃഗങ്ങളും ഒക്കെ ആകാം. അത് ഇന്നതൊക്കെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഓരോ പൂജയ്ക്കും എല്ലാവർക്കും ഒന്നല്ല. ഇപ്പോൾ നാടൻ കോഴിയെ കൊല്ലാൻ പറ്റാത്ത സമ്പ്രദായമുണ്ട്, അതിനെ ബലി അർപ്പിക്കാൻ പറ്റുന്ന സമ്പ്രദായമുണ്ട്. പോത്തിനെ കൊല്ലുന്ന സമ്പ്രദായമുണ്ട്, പോത്തിനെ കൊല്ലാത്തുണ്ട്. വേണമെങ്കിൽ പശുവിനെ പോലും കൊല്ലാം എന്ന് പറയുന്ന പദ്ധതികളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പോൾ ഗോവധ നിരോധനവും ഗോവധമൊക്കെ ഒരു വിഷയമാണ്. അത് നമുക്ക് മറ്റൊരു വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം. ഗോവിനെ എവിടേക്കാണ് വധിക്കാൻ വിധിയുള്ളത് എന്നുള്ളത്. അതാണ് ജലത്തിലൂടെ സഞ്ചരിക്കുന്നത്, ജലത്തിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പൊ എന്താണ്? മത്സ്യാദികളൊക്കെ നമുക്ക്, മത്സ്യം, അതുപോലെ ഞണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ തന്നെ നമുക്ക് ഈശ്വരനെ സമർപ്പിക്കാം. സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. അപ്പൊ അത്തരത്തിൽ 3 വിധത്തിലുള്ള എല്ലാ മാംസങ്ങളും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തതാണ് പറഞ്ഞത് അനിമിത്തം തൃണം വാപി ചേതയേന കഥാ ജന. ഒരു കാരണം കൂടാതെ ഒരു പുൽക്കൊടി പോലും മുറിക്കാൻ പാടില്ല. അതാണ് അനിമിത്തം തൃണം വാപി ചേതയേന കഥാചിന. ഒരു കാരണവുമില്ല, അത് പുൽക്കൊടി പോലും മുറിക്കരുതേ എന്ന് ഈ ധർമ്മം പറയുന്നുണ്ട്. സ്വന്തം വയറ് നിറയ്ക്കാൻ വേണ്ടി, സ്വന്തം രുചിക്ക് വേണ്ടിയിട്ട് ഒന്നിനൊന്ന് തിന്നരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സമരം ചെയ്യാൻ പോലും ചിന്തിക്കുക, ഈശ്വരനെ സമർപ്പിക്കാതെ കഴിക്കണം എന്നാണോ നമ്മുടെ ധർമ്മം? സമർപ്പിച്ച് കഴിക്കണം എന്നാണോ വേണത്? ചിന്തിക്കേണ്ടേ ഇവിടെ? അവിടെയാണ് ദേവാർത്ഥം ദ്വിജാർത്ഥം വാ ഹത്വാ പാപിർന ലഭ്യതേ. ദേവാർത്ഥം വാ പിതൃക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ടും മതി, അല്ല അതൊന്നും അത് പാപമല്ല. അല്ലാതെയോ സ്വന്തം ഇഷ്ടത്തിന്, കല്യാണത്തിന്, അടിയന്തരത്തിന്, കുട്ടിയുടെ പരിപാടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മാംസം കഴിക്കുക, മദ്യപിക്കുക, ഇതൊക്കെ തന്നെ തെറ്റാണ്. ഈ ധർമ്മം പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് അതിന് സമരത്തിന് പോകുമ്പോൾ വീണ്ടും ചിന്തിക്കേണ്ടേ? കൃഷ്ണ ഭക്തർ തന്നെ കഴിക്കുന്നവരില്ലേ? നിങ്ങൾ മാംസം ഭഗവാന് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? നിങ്ങൾ കഴിക്കരുത്. വേറെ ഒന്നുകൊണ്ടല്ല, നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സമരവും യാഥാർത്ഥ്യമാണെങ്കിൽ നിങ്ങൾ മാംസം കഴിക്കരുതേ എന്നുള്ളൂ. മാംസം കഴിക്കാത്തവർക്ക് സമരം ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. മാംസം കഴിക്കുന്നവരാണെങ്കിൽ ഈ ധർമ്മം പറയുന്നത് എന്താണ്? അത് ഈശ്വരനെ സമർപ്പിക്കണം എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഭഗവത്ഗീത നോക്കുന്ന നേരത്ത് നമ്മൾ എന്താണ്, ശ്രീമദ് ഭഗവത്ഗീത ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ട്, ഒരു പ്രത്യേകിച്ച് പ്രസ്ഥാനത്രയവുമായി ബന്ധപ്പെട്ട് ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉയർത്തപ്പെടുന്ന കാര്യങ്ങളാണ്. പ്രസ്ഥാനത്രയത്തിൽ ബ്രഹ്മസൂത്രം, ഭാഷ്യം, ഭഗവത്ഗീത, ഉപനിഷത്തുക്കൾ. അതിൽ തന്നെ ഭഗവത്ഗീത പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. 9ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു പോകുന്നൊരു ശ്ലോകമുണ്ട്. അത് നമ്മൾ പ്രത്യേകം വിചാരം ചെയ്യേണ്ടതാണ്. രാജവിദ്യ രാജഗുഹ്യയോഗത്തില് 9ാമത്തെ അധ്യായമാണ് 27ാമത്തെ ശ്ലോകം പറഞ്ഞു വെക്കുന്നത്. യത് കരോഷി യത് അശ്നാസി യത് യുഹോമി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്പുരുഷ മതർപ്പണം. ഈ ശ്ലോകം ഒന്ന് പ്രത്യേകം നമ്മളൊന്ന് ചിന്തിക്കണം. ഭഗവാന്റെ ഭക്തർ പ്രത്യേകിച്ച് ചിന്തിക്കണം. യത് കരോഷി, നിങ്ങൾ എന്താണോ ചെയ്യുന്നത്. ഇത് അശ്നാസി, നിങ്ങൾ എന്താണോ അശ്നാസി കഴിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാം, നിങ്ങൾ എന്താണോ കഴിക്കുന്നത്. യത് ജുഹോമി, നിങ്ങൾ എന്താണ് ഹോമിക്കുന്നത്, ഈശ്വരനെ സമർപ്പിക്കുന്നത്. നിങ്ങൾ എന്താണ് യജ്ഞാജി സമർപ്പിക്കുന്നത്. ദദാസി, എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്.
നിങ്ങൾ കൊടുക്കുക, വാങ്ങ, എന്തുമാകട്ടെ. അതെന്താണ് ചെയ്യുന്നത്? തപസ്യസി, നിങ്ങൾ എന്താണോ തപസ് ചെയ്യുന്നത്, നിങ്ങളുടെ തപസ് ഏത് വിധമാണ്? അല്ലയോ കൗന്ദേയ തത്കുരുക്ഷമതർപ്പണം, അതെല്ലാം എന്നിലെ സമർപ്പണമാണ്. എന്നിൽ സമർപ്പിച്ചിട്ട് എന്നിലൂടെയുള്ള സമർപ്പണമാണ്. എനിക്ക് സമർപ്പിച്ച് പോലെയാണ്, എനിക്ക് സമർപ്പിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. എന്നിലൂടെ, എനിക്കല്ലാതെയുള്ള സമർപ്പണങ്ങളും ഒന്നും തന്നെ പരിപൂർണമല്ല. അപ്പൊ ഈശ്വരനെ സമർപ്പിച്ചിട്ട് വേണം എന്തും കഴിക്കാൻ. ഏത് പൂജയും ഈശ്വര പൂജയായിരിക്കണം. ഈശ്വര പൂജ എല്ലാത്തിനും പൂജനം ചെയ്യാൻ പാടില്ല, വ്യക്തി പൂജ ചെയ്യാൻ പാടില്ല. വ്യക്തിയെ പൂജിക്കുന്നുവെങ്കിൽ ഈശ്വരനായിട്ടാണ്. ഗുരു പൂജ ചെയ്യുമ്പോൾ ഗുരു സാക്ഷാൽ പരബ്രഹ്മ ഈ സങ്കല്പത്തിലാണ് ചെയ്യുന്നേ. അതുപോലെ തന്നെ നമ്മളൊരു വിളയെ പൂജിക്കുന്നുവെങ്കിൽ അന്നം ബ്രഹ്മ, അങ്ങനെയാണ് നമ്മൾ പൂജിക്കുന്നത്. ഇതാണ് നമ്മുടെ സങ്കല്പം. ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് ആദ്യം പറഞ്ഞ വാസുദേവ സർവമിതി. ഇസ്ലാമികർക്ക് പറയുന്ന ലാഹിലാഹ ഇല്ലല്ലാഹ്, കർത്താവായ യേശു അല്ലെങ്കിൽ യഹോവയാണ് ഈ ലോകം എന്ന് അവർ പറയുന്ന പോലെ ഒക്കെ ആത്യന്തികമായി ദൈവവിശ്വാസമാണ്. ഏകം സത് വിപ്ര ബഹൂതാ വദന്തി, സത്യം ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് സാക്ഷാൽ കൃഷ്ണൻ പോലും കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നിട്ട് ഞാൻ, എൻ്റെ, എനിക്ക് എന്നൊക്കെ പറഞ്ഞത് കൃഷ്ണൻ എന്ന വ്യക്തിയല്ല, മറിച്ച് എന്താണ്? സാക്ഷാൽ പരമേശ്വരൻ. അതുകൊണ്ട് കൃഷ്ണൻ എന്താ നമ്മൾ പറയാറ്? പരമാത്മാവാണ് എന്നാ പറയാ, അല്ലെ? ജീവാത്മാവല്ല, പൂർണ്ണാവതാരമായിരിക്കുന്ന പരമാത്മാവാണ്. പരമാത്മാവ് എന്താണ്? അത് സത്യം, ഏകം സത്, അത് ആ ശിവതത്വമാണ്, ചിദാനന്ദമാണ്. അപ്പൊ അവിടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും ഈശ്വരന് സമർപ്പിക്കണം. നമ്മളെ തപസ് പോലും സമർപ്പിക്കണം. നമ്മൾ എന്തൊരാൾക്ക് കൊടുക്കുന്നു അത് മറ്റൊരാൾക്ക് കൊടുത്തു എന്നല്ല, ഒരു വ്യക്തിക്ക് കൊടുത്തു എന്നല്ല, ഈശ്വരന് കൊടുത്തു. അതുകൊണ്ട് ദാനം ശ്രേഷ്ഠമാകുന്നു ഈ ധർമ്മത്തിൽ. എല്ലാ ധർമ്മവും ദാനം ശ്രേഷ്ഠം പറഞ്ഞത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ എന്താണ്, എന്ത് ചെയ്യും? നിങ്ങളെ കർമ്മം, നമ്മളൊരു തൊഴിലുമ്പോൾ കർമ്മമാണ് സാധന, അല്ലേ? വർക്ക് ഈസ് വർഷിപ്പ്. നമ്മളെ ഈ ധർമ്മം എന്താണ്? സ്വന്തം കർമ്മമാണ് നമ്മുടെ പൂജനം. അല്ലാണ്ട് വേറെ ഒരു വിഗ്രഹം വെച്ച് പൂജിക്കണം, പ്രത്യേകം എടുത്ത് വേണ്ടൊന്നുമില്ല. അതൊക്കെ അതിന്റെ സമ്പ്രദായത്തിൽ. അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ കർമ്മവും ഓരോ ധർമ്മവും വേണ്ടേ. അതുകൊണ്ട് സ്വധർമ്മം നിധനം ശ്രേയ പ്രധർമ്മോ ഭയാവഹ എന്ന് പറഞ്ഞു വെച്ചത്. അത് എത്ര പാപമുള്ളതാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ പോലും എന്താണ്, അത് ആ വ്യക്തിയെ സംബന്ധിച്ച്, ആ സമൂഹത്തെ സംബന്ധിച്ച് അത് ശ്രേയസ്കരമായ ധർമ്മമാണ്, കർമ്മമാണ് എന്ന് ധർമ്മം പറയുകയാണ്. അതുകൊണ്ട് സ്വന്തം കർമ്മം അതും ഈശ്വരം തന്നെയാണ്. ഏത് കർമ്മം, കന്നുകൂട്ടലാവട്ടെ, മുടിവെട്ടലാവട്ടെ, ഓഫീസ് ജോലി ആവട്ടെ, ഡ്രൈവിംഗ് ആവട്ടെ, അല്ല പൗരോഹിത്യമാകട്ടെ. പൗരോഹിത്യം ജോലിയായി പാടില്ല, എന്നാൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ തന്നെ ഈശ്വര പൂജനമാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഭഗവത്ഗീത അവസാനം പറഞ്ഞിട്ടുണ്ടാണ്, അല്ലയോ കൗന്ദേയ കർമ്മം കുരു, നിന്റെ കർമ്മം ചെയ്യും. ആ കർമ്മത്തെ മനസ്സിലായിക്കൊണ്ട്, സ്വധർമ്മത്തെ മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഈ സ്വധർമ്മം അറിയാത്തത് കൊണ്ട് മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞത്. തെറ്റിദ്ധരിക്കുന്നവർക്ക് ആ വഴിക്ക് പോകാം, അവരെ തിരുത്താൻ നമ്മളാളല്ല. അതല്ല, സത്യം അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ ധർമ്മത്തെ മനസ്സിലാക്കുക. നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ ഈശ്വരനെ സമർപ്പിച്ച് കഴിക്കുക. ആ സമർപ്പിച്ചു കഴിക്കൽ മാത്രമാണ് ഈ ധർമ്മം അംഗീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് നരകഹേതുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ധർമ്മം മാത്രമല്ല. അതിപ്പോ ഇസ്ലാമിക മതത്തിന്റെ ഒരു വ്യക്തി ഇതിനെ ആക്ഷേപിക്കണേ, ധർമ്മത്തെ ആക്ഷേപിക്കണേ എന്ന് ചിന്തിച്ചിട്ടാണ് പ്രവർത്തിച്ചെങ്കിൽ അദ്ദേഹത്തിന് പരിശുദ്ധ ഖുർആൻ അറിയില്ല എന്ന് വേണം പറയാൻ. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മറ്റൊരു മതവിശ്വാസിയുടെ വിശ്വാസത്തെ നിങ്ങൾ വ്രണപ്പെടുത്തരുതേ, അത് വ്രണപ്പെടുത്തിയാൽ അത് വലിയ കലാപങ്ങളിലേക്ക് കാരണമാകും എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് അത്തരം ആളുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യില്ല. മറ്റു പല പ്രമാണങ്ങളെ കൊണ്ടും നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴും യാഥാർത്ഥ്യങ്ങൾ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് ആ ഉദ്ദേശത്തിലാണോ അല്ലെ, അതുകൊണ്ട് വീണ്ടും പാടുന്ന നമ്മളെ വിഷയമല്ല. പക്ഷെ മറിച്ച് കൃഷ്ണൻ മാംസം കഴിക്കുമെങ്കിൽ നിങ്ങൾക്ക് വ്രണപ്പെടുന്നു എങ്കിൽ മാംസം നിവേദിക്കുന്ന സമ്പ്രദായ സംസ്കാരം ധർമ്മം ഇവിടെയുണ്ട്. നിങ്ങൾക്കറിയില്ല എന്നുള്ളത് കൊണ്ട് അതില്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങൾക്കറിയില്ല എന്ന് വേണം. അജ്ഞാനം ജ്ഞാനം എന്ന് സൂത്രം പറയുന്നത് പോലെ അജ്ഞാനം, ഒരു അറിവില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായാൽ ജ്ഞാനം. വെറുതെ റോട്ടിലേക്ക് ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞാൽ ഇറങ്ങരുത്, ഇത് കൃത്യമായി പഠിച്ചിട്ട് ഇറങ്ങുക. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അധാർമികമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെങ്കിൽ നമ്മളൊക്കെ എല്ലാ സമയത്തും രംഗത്ത് വന്നിട്ടുണ്ട്, ഇനിയും വരും. ഈ ധർമ്മത്തെ ധ്വംസിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായി വരും. അവിടെ ജാതി, മതം, കുടുംബം, മാതാ, പിതാ, സഹോദര ഒരു ബന്ധവും നമ്മൾ കൽപ്പിക്കാറില്ല. തീർച്ചയായിട്ടും രംഗത്തേക്ക് വരും. കാരണം ധർമ്മത്തിന്റെ ഭാഗത്തെ ശരിയുണ്ട്, ധർമ്മത്തിന്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കണ്ടേ. അക്ഷൗണിപ്പടകളെ വിട്ടുകൊടുത്ത ഭഗവാൻ കൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയിൽ കൗരവപക്ഷത്തുള്ള എത്ര ആളുകൾ, എത്ര സേനകളാണ് നമ്മൾ നോക്കണം. പക്ഷെ ഭഗവാൻ നിൽക്കുന്ന 5 പേരുടെ ഒപ്പമാണ്. എന്താണ്? ആളെണ്ണം കുറവാണ്, ധർമ്മപക്ഷത്ത് നിൽക്കണമെന്നാണ്. ധർമ്മമാണ് അല്ലേ? ധർമ്മം ക്ഷര, സത്യം വധ. അപ്പൊ ധർമ്മത്തിന്റെ ഒപ്പം ചരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിൽ നമ്മൾ രംഗത്ത് വരാതിരുന്നതിന് പ്രധാന കാരണം. നമ്മെ സംബന്ധിച്ച് ഹിന്ദുയിസം എന്ന് പറയുന്നത് വിവിധ ദർശനങ്ങൾ, ഡിനോമിനേറ്റുകളെ കൂടി ചേർന്നാണ്. അവിടെ വാമാചാരമുണ്ട്. അവർ ഭഗവാന് കൃഷ്ണനോ വിഷ്ണു ഒന്നും ഭേദമില്ലാതെ മാംസമൊക്കെ നിവേദിക്കുന്നവർ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കുഴിമന്തിയാവേണ്ട പ്രശ്നമില്ല. അന്നം എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും പേരിൽ ഒരു ഭക്ഷണം വെച്ചാലും അന്നമാണ്. അന്നം മാത്രമേ ഉള്ളൂ. അന്നം ബ്രഹ്മ. ഇതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് അറബിയിലെ പേരാണെങ്കിലും നാനാഭരണ രൂപിണി നഹ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് അറബി, എന്ത് സംസ്കൃതം, എന്ത് തമിഴ്. അതുകൊണ്ട് സന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ കരുതുന്ന പോലെയല്ല, വ്യത്യസ്തമുണ്ട്. യോഗോഭോഗായതി സാക്ഷാൽ പാതകം സുഹൃത്തായത്. യോഗവും ഭോഗവും ഒക്കെ ചേർന്നുള്ള യോഗഭോഗാത്മകമായിട്ടുള്ള ഒരു ശാസ്ത്രമുണ്ട്. അതൊക്കെയാണ് നമ്മളൊക്കെ പിൻപറ്റുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാതൃകുല ധർമ്മേഷ്ഠാശ്രമത്തിന് മഠാധിപതിയായിട്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മളെ കേൾക്കുന്ന ആളുകൾ നമ്മളെ കേട്ട് നമ്മൾ പറഞ്ഞത് വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾക്ക് അന്വേഷിക്കാം, വിചാരം ചെയ്യാം, ചിന്തിക്കാം. പ്രപഞ്ചം മുഴുവൻ ഒരു പരമസത്യമാകുമ്പോൾ ഈ കാണായതെല്ലാം ആ സത്യത്തിന്റെ വകഭേദങ്ങൾ തന്നെയാണ്. ഭക്ഷണവും ഭക്ഷിക്കപ്പെടുന്നതും ഭക്ഷിക്കുന്നവനും എല്ലാം ആ സത്യം തന്നെയാണെന്ന് ശാസ്ത്രസത്യമാണ്. പേര് പലതായിരിക്കും. അപ്പൊ എന്തായാലും ശരി, നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞതിന്റെ സാരം മനസ്സിലായിക്കണം. പറ്റുന്നു അധികമൊന്നും ചിന്തിക്കേണ്ടതില്ല. ഈ രാഷ്ട്രം സമാധാനത്തിൽ വർത്തിക്കണം, ഈ നാട് സമാധാനത്തിൽ വർത്തിക്കണം, ഈ ലോകം സമാധാനത്തിൽ വർത്തിക്കണമെങ്കിൽ നമ്മൾ പരസ്പരം അറിഞ്ഞ് ആദരിച്ചു പോകണം. ഒരുവന്റെ വിശ്വാസം മറ്റുള്ളവനെ മനസ്സിനെ വേദനിപ്പിക്കുന്ന അവരിൽ നിന്ന് മനസ്സിനെ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇവന്റെ വിശ്വാസ ഭക്ഷണത്തിലേക്ക് കടന്നു കയറുകയും വരുതേ. അതൊന്നും തന്നെ ഈ നാടിന് ഭൂഷണമല്ല. ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്നത് ഭക്ഷണ സ്വാതന്ത്ര്യമുണ്ട്, ആരാധനാ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ആരും മറികടക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ അത് കടന്നിട്ടില്ല. അത് ആ വ്യക്തി കടന്നോ കടന്നില്ലേ, അല്ലെങ്കിൽ ആ കൂട്ടർ കടന്നോ കടന്നില്ലേ എന്ന് അന്വേഷണത്തിലൂടെ വരട്ടെ. മറിച്ച് നമ്മളെപ്പോലുള്ളവർ നിരന്തരം മത്സ്യമാംസാദികൾ കൊണ്ട് പൂജിപ്പിക്കപ്പെടുന്നവർ രണ്ടാം നമ്പറാണെന്ന് പറഞ്ഞു വെച്ച ഈ രാജ്യത്തെ അതല്ല. അത്തരം ഭേദങ്ങളിൽ ഈശ്വരന് മുന്നിൽ ഭേദങ്ങൾ പാടില്ല. ഒന്നിന്റെ പേരിലും ഭേദങ്ങൾ പാടില്ല. ജന്മം കൊണ്ട് തന്നെ എല്ലാവരും ശ്രേഷ്ഠരാണത്. കർമ്മം കൊണ്ട് സാധിക്കേണ്ട ആവശ്യം എന്ന് വേണതൊക്കെ കർമ്മണാ ബ്രാഹ്മണ എന്ന് വേണ്ട ആവശ്യമില്ല. ജ്ഞാനം എല്ലാ സംസ്കാരത്തിലുമുണ്ട്, എല്ലാ സമൂഹത്തിലുമുണ്ട്, സമുദായത്തിലുമുണ്ട്. അത് പറഞ്ഞു വെക്കുകയാണ്. അതല്ല ഏതെങ്കിലും ഒരു സമുദായം, ഏതൊരു ഭക്ഷണം, ഏതെങ്കിലും ഒരു രീതി മാത്രം ശരി എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതിനെതിരെയുള്ള സമരമാണ്. അല്ലാതെ ഒരിക്കലും ഈ ധർമ്മത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ നമ്മൾ നിൽക്കില്ല. അത് നമ്മെ അറിയുന്നവർക്കറിയാം, നമുക്ക് നിങ്ങളെയും അറിയാം, നിങ്ങൾക്ക് നമ്മളെയും അറിയാം. അറിയാത്തവർ എന്തെങ്കിലും പറയുന്നുവെങ്കിൽ അവരെ തിരുത്താൻ നമ്മൾ ആടുമല്ല. കാരണം അത് എല്ലാ കാലത്തും ലോകത്തിന്റെ ഒരു ഘടന അങ്ങനെയാണ്. എല്ലാവരും അംഗീകരിച്ച ഒരു ആചാര്യനോ ഗുരുവോ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഒരു ദേവതയും ഉണ്ടാവുകയില്ല. പിന്നെയുണ്ടോ നമ്മൾ സാധാരണ മനുഷ്യന്റെ കാര്യം. അപ്പൊ ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാന മക്കളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ എപ്പോഴും ധർമ്മപക്ഷത്തും നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. ഹരേ നമ ചണ്ടാള രൂപായ പുലിഷി പാതകാം പൂജമി ചണ്ടാളഹം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.